ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ ഒരു റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ഐസ്ക്രീം ആണല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് കോഫി ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. Please subscribe this channel and press on the bell icon for the latest updates. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: കോഫി പൗഡർ 1 ടീസ്പൂൺ, ചെറു ചൂടുവെള്ളം 1 ടീസ്പൂൺ, കണ്ടൻസ്ഡ് മിൽക്ക് 1/2 കപ്പ്, വിപ്പിംഗ് ക്രീം 300 ml. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കോഫി പൗഡർ ഒന്ന് അലിയിച്ചെടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് അലിയിച്ചെടുക്കണം. ഒട്ടും കോഫി പൗഡർ കിടക്കാൻ പാടില്ല, നന്നായിട്ട് തന്നെ അലിയിച്ചെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അലിയിച്ച കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡിന് അത്യാവശ്യത്തിന് നല്ല മധുരമുണ്ട്, അതുകൊണ്ട് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി കോഫി പൗഡറും മിൽക്ക് മെയ്ഡും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് കട്ട ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഈ പാത്രം ഞാൻ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ 2 മണിക്കൂറോളം വച്ചിരുന്നതാണ്. അപ്പം നല്ല തണുത്ത പാത്രമാണ്. ഇനി വിപ്പിംഗ് ക്രീം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഹെവി വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. നോർമൽ വിപ്പിംഗ് ക്രീം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഹെവി വിപ്പിംഗ് ക്രീം ആകുമ്പോൾ ഇതിൽ ഫാറ്റ് കണ്ടൻറ്റ് കുറച്ച് കൂടുതലായിരിക്കും സാധാ വിപ്പിംഗ് ക്രീമിനേക്കാളും. ഇനി ഇതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമ്മൾ കേക്കിനൊക്കെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്ന അത്രയും കട്ടിക്ക് വിപ്പ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ഐസ്ക്രീമൊക്കെ ഫ്രിഡ്ജിൻ്റെ പുറത്ത് വയ്ക്കുമ്പോൾ അലിഞ്ഞു വരുന്ന കട്ടിയില്ലേ, അത്രയും കട്ടി ആവുന്ന വരെ വിപ്പ് ചെയ്തെടുത്താൽ മതി. വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പാത്രമൊക്കെ നന്നായിട്ട് തണുത്തിരിക്കണം. ഈ വിപ്പിംഗ് ക്രീമും നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ മാത്രം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുക്കാൻ നോക്കുക. പുറത്ത് വെച്ചാൽ പെട്ടെന്ന് അലിഞ്ഞു പോവും, നമുക്ക് വിപ്പ് ചെയ്തെടുക്കാനും പറ്റില്ല. ഇപ്പം ഐസ്ക്രീമിൻ്റെ കട്ടിയിലായി വന്നിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ അലിയിച്ച് വെച്ച മിൽക്ക് മെയ്ഡും കോഫി പൗഡറും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വേണം ഇത് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു കവർ വെച്ച് മൂടിയിട്ടുണ്ട്. ഇനി അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അടയ്ക്കാം. ഇനി ഇത് 6 മുതൽ 24 മണിക്കൂർ വരെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പം നമ്മുടെ കോഫി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിത് ചോക്ലേറ്റ് വെർമിസെല്ലി വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെയൊന്നും ആവശ്യമില്ല, ഉണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യുക. അപ്പം നല്ല ടേസ്റ്റുള്ള കോഫി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കോഫി ഐസ്ക്രീം ഇഷ്ടമില്ലെങ്കിൽ കോഫിയുടെ സ്ഥാനത്ത് കുറച്ച് വാനില എസൻസ് ചേർത്താൽ മതി. അടിപൊളി വാനില ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാൻ പറ്റും. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ ഈ വരുന്ന ചിൽഡ്രൻസ് ഡേക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.